സുഹൃത്തുക്കളെ നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ പാലക്കാട്ടെ CPMൻ്റെ സെക്രട്ടറി വീണ്ടും ഒരു പെണ്ണ് വിഷയം എടുത്തിട്ടിരിക്കുക. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഏകദേശം ഒന്ന് കെട്ടടങ്ങി ചീറ്റിപ്പോയില്ലയോ അതൊക്കെ അവരവരുടെ രാഷ്ട്രീയക്കാരുടെ കാര്യം. അത് കഴിഞ്ഞിട്ടിപ്പോൾ വീണ്ടും ഷാബിക്കെതിരായിട്ട് പുള്ളിക്കാരനൊരു ആരോപണം ഉന്നയിച്ചിരിക്കുക. പുള്ളിക്കാരൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഷാബിയുടെ പേര് പറഞ്ഞില്ല, അതുകൊണ്ട് അമ്മയിലുണ്ട് അച്ഛനിലില്ല, അച്ഛനിലുണ്ട് അമ്മയിലില്ല എന്നൊക്കെ പറയുന്ന പോലെ പേരൊന്നും പറഞ്ഞില്ലെന്ന് പുള്ളി പറയുന്നുണ്ട്. പേര് പറഞ്ഞതായിട്ട് ചില ആൾ കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, ഞാൻ എൻ്റെ ഒരു കാര്യം നമ്മൾ ഉദ്ദേശിക്കുന്നത് അടുത്ത ഇലക്ഷൻ വരാൻ പോകുന്നു. അടുത്ത 5 വർഷത്തിന് നമ്മുടെ ഈ കേരളത്തിലെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കത്തില്ല. കാര്യം ഇവിടെ ഒരു വികസനവും നടന്നിട്ടില്ല. എന്താ വികസനം നടക്കുന്നത്? ഒരു മുറുക്കാൻകട പോലും തുടങ്ങണമെങ്കിൽ നൂലാമാലകളാണ്. ആരെങ്കിലും തുടങ്ങിക്കഴിഞ്ഞാൽ അവരെ പൂട്ടിക്കെട്ടിക്കും. അല്ലെങ്കിൽ വർഗീയ തിമിരങ്ങൾ ബാധിച്ചുള്ള പ്രശ്നങ്ങളാണ്, വർഗീയ വിഷയങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ഈ കാര്യങ്ങൾ ഒന്നുകിൽ ജയിക്കണമെങ്കിൽ ഒരു പെണ്ണ് കേസിൽ ആൾക്കാരെ ഉൾപ്പെടുത്തണം. പണ്ട് ശങ്കരാടി സന്ദേശം സിനിമയിൽ പറഞ്ഞ പോലെ നല്ല ചെറുപ്പക്കാരെയൊക്കെ ഒരു പെണ്ണ് കേസിൽ അകപ്പെടുത്തണം. അപ്പോൾ ഈ പെണ്ണ് കേസിൽ അകപ്പെടുത്തി ജയിക്കാമെന്നാണോ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കണക്കാക്കുന്നത്? ഞാനൊരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം ഇന്നത് പറഞ്ഞത് കൊണ്ടേ ഉള്ളൂ. എല്ലാവരും ഇത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെയാണോ നമ്മുടെ ഒരു പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ട കാര്യം? കേരളത്തിൻ്റെ വികസനത്തിനെ പറ്റിയോ അല്ലെ കേരളത്തിന് വരാനിരിക്കുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്യും. ഇവിടെ KRAയിൽ വരുമെന്നൊക്കെ പറഞ്ഞ് ഒക്കെ ഉണ്ടായിരുന്നു. എന്തായിരുന്നു സംഭവം? കുറച്ചെടുത്ത് കുറ്റി ഇട്ടോ അല്ലാതെ വേറെ വല്ലതും സംഭവിച്ചോ? അപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യും. ആ കുറ്റി ഇട്ടത് തുടർ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നടപ്പാക്കും, അതൊക്കെ ചർച്ച ചെയ്യും. അല്ലാതെ ആരെങ്കിലും ഒരു പെണ്ണ് കേസിൽ കുടുക്കി ഇതൊക്കെ ചർച്ച. അപ്പോൾ ഇത് ഈ ആൾക്കാർക്ക് കേൾക്കാനൊക്കെ ഇത് രസമുണ്ട്, ഭയങ്കര ഈ ക്ലിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് കേൾക്കും. പക്ഷേ ഈ സാധാരണ ജനങ്ങൾ ഇതൊന്നും മുഖവിലക്കെടുക്കത്തില്ല. അതുകൊണ്ട് രാഷ്ട്രീയക്കാർ ഇതൊന്നുമല്ല മുഖവിലക്കെടുത്ത് ചർച്ച ചെയ്യേണ്ടത്. ഈ കേരളത്തിൻ്റെ വികസനത്തിനെ പറ്റിയുള്ള കാര്യമാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. ഗുഡ് നൈറ്റ്.